ഇന്നിതാ നമ്മളുടെ സാൻവി കുട്ടീൻ്റെ സ്കൂൾ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ഓൾ അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ലാലോടനും കൂടെ അവളെ കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പോൾ ലാലോടൻ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് അർജൻറ്റായിട്ട് പോകേണ്ടതുണ്ട്. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇന്നൊരു സൽക്കാരമുണ്ട്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ അവിടെ ആക്കിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പോരും. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പോകാം കേട്ടോ. എന്നിട്ട് അമ്മയും അച്ഛനും ആദ്യത്തെ ഡാൻസും കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നാണ് കേട്ടോ പരിപാടി വരുന്നത്. അപ്പം ഞാൻ തിരിച്ച് കൊണ്ടാക്കി വീണ്ടും വീട്ടിലെത്തിയിട്ട് വസുവും അമ്മയും ഞാനും അച്ഛനും കൂടെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് സാൻവിയുടെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആൾക്ക് വല്ലാത്തൊരു ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡാൻസ് ഇതായിരുന്നേ. സാൻവിക്കുട്ടി 3 ഗ്രൂപ്പായിട്ടത്തിനുണ്ട് കേട്ടോ. ആദ്യം നടന്നത് വെൽക്കം ഡാൻസ് ആണ്, പിന്നെ ഒരു സിനിമാറ്റിക് ഡാൻസ് വരുന്നുണ്ട്, പിന്നെ വേറൊരു ഗ്രൂപ്പ് ഡാൻസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡാൻസ് കഴിഞ്ഞ് അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനും വസുവാണല്ലോ കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ ആദ്യത്തെ ഡാൻസൊക്കെ കഴിഞ്ഞ് അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അപ്പോൾ അവിടെ പിന്നെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ഉദ്ഘാടനത്തിന് എത്തിയിട്ടുള്ളത് നമ്മളുടെ ജാനു തമാശ ഫെയിം ഉണ്ടല്ലോ, അവരാണ് കേട്ടോ. പിന്നീട് അവരുടെ കുറേ കോമഡികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവരെ കാണുമ്പോൾ എനിക്ക് നമ്മളുടെ യൂട്യൂബ് തുടങ്ങിയതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. യൂട്യൂബ് തുടങ്ങി 2-3 ദിവസം ഇവരെ നമ്മളൊരു വഴിയിൽ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് കണ്ടൊരു വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവരെ കണ്ടതും അവരോട് സംസാരിച്ചതും ഒക്കെ. അവർ നല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. പിന്നീട് അവരുടെ കുറേ കോമഡികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. അങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞ ശരിയാവില്ല, കുറ്റം പറയുന്നല്ലേ. കേളപ്പാട്ടിന്റെ കുറ്റം പറയുന്നല്ലേ. മൂപ്പത് രാവിലെ ആഘോഷിക്കുമ്പോ കണ്ണു കുടിക്കണം. ഇത് കണ്ണ് കുളിക്കല മാങ്ങി പോയിട്ടാ കുടിക്കുക. ഞാനെത്തിരിയായി പറയുന്നത് കേളപ്പാട്ടയുടെ സ്ഥലൊന്നും മലപ്പുറത്തൊന്നും പോയിട്ട് കുടിക്കുവേ. അല്ല ഞാൻ പറയാ മലപ്പുറത്ത് പണ്ടങ്ങാനും വിഷമത്തെ വരുന്നുണ്ടായിട്ടില്ലേ. അങ്ങനത്തെ കാര്യം വിട്ട് അങ്ങ് മെറ്റിന്റെ കളപ്പാട്ടിന്റെ 5-8 ലക്ഷം ഉൾപ്പെടും കുടുംബത്തിൽ. ഈ കുറ്റം പറഞ്ഞല്ലേ, അത് കുറ്റം പറഞ്ഞല്ല. അമ്മയാണ് നിങ്ങളെല്ലാം കേൾക്കണം. കേളപ്പാട്ടനോട് കള്ള് കുടിക്കരുതെന്ന് 1-2 ഡോക്ടറല്ല പറഞ്ഞ് 3 ഡോക്ടർമാരാ കളപ്പാട്ടനോട് പറഞ്ഞ കേളപ്പാട്ടങ്ങൾ കള്ള് കുടിക്കരുത്, കള്ള് കുടിക്കുന്നെങ്കിൽ അധിക കാലം ജീവിക്കൂലെന്ന് 1-2 ഡോക്ടറല്ല പറഞ്ഞ് 3 ഡോക്ടർമാരാ പറഞ്ഞേ. എന്നിട്ട് ഈ പറഞ്ഞ 3 ഡോക്ടർമാർ മരിച്ചു. ഇനി കേളപ്പാട്ടിന് ഇപ്പോ പല പോലെ നടക്കുന്ന എന്തൊരു സംശയം. ഈ തൂക്കാട് വരാത്ത എന്തെങ്കിലും തൂക്കാട് ഞാനൊരു സംശയം. കേളപ്പാട്ടിനെ പോട്ട് കാണില്ല. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമുക്കത് കാണുവാൻ വേണ്ടിയിട്ട് ഒന്ന് കാണും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈകൊണ്ടിരിക്കുക. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് കാണാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഓർമ്മിച്ചോളൂ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആരില്ല. എന്നാൽ നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മറ്റന്നാ ഈ മാസം പിറന്നാൾ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഒന്ന് കാണാൻ വേണ്ടിട്ട് കളപ്പാടിനെ പോട്ടെ, കാണുന്നില്ല, ആരില്ല. ഈ മാസം കള്ളത്തം പറഞ്ഞിട്ട് മുണ്ടി കഴിയില്ല കേട്ടാ. ഈ മാസം പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? അത് ആരാ കൈവരിക്കാതെ ഒരു സമ്മാനം ഗാനോട്ടി കേളപ്പാടിന് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഉണ്ടെങ്കിൽ അത് കൊടുത്തു. സമ്മാനം ഇങ്ങോട്ടോ മോനോട്ടേക്കുന്ന ഞാൻ കേളപ്പാടിന് കൊടുക്കാൻ പറ്റിയ സമ്മാനം എനിക്ക് തരുന്ന ബാബാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഒരു നല്ല കാര്യം കൊടുത്തില്ല, എല്ലാവരും നല്ല കാര്യം കൊടുത്തു. നികിതയ്ക്ക് ജാനോട്ടിന്റെ കേളപ്പാടിന്റെയോ മനസ്സ് നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഒരു നല്ല കാര്യം കൊടുത്തോ. സന്തോഷമല്ലേ? ഇങ്ങനെ ഒരു പിറന്നാൾ ആദ്യം കഴിക്കില്ല. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. എന്താണ് കൂടി കൊടുക്കുക. ഓക്കെ.
സ്റ്റേജ് ലാഗ് കാണ്ട് ഓരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. വളരെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഒട്ടും തന്നെ സ്റ്റേജ് ലാഗാക്കിയിട്ടില്ല, ഒട്ടും തന്നെ മുഷിപ്പിച്ചില്ല. പരിപാടികൾ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ കയറി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ സാൻവിൻ്റെ 2 പരിപാടികളും പിന്നീട് സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. സാൻവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് കേട്ടോ ഈ റിംഗ് ഡാൻസ് കളിച്ചിട്ടുള്ളത്. സാൻവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന കുട്ടി. അപ്പോൾ ദേ നമ്മൾ വസുവും ഉണ്ട്, ഞാനും ഉണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടാണ് സാൻവിൻ്റെ പരിപാടികളൊക്കെ എടുത്തിട്ടുള്ളത്. കാരണം വസുവിനെയും വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളത് ഇത്തിരി റിസ്ക്കാണ്. വസു ആണെങ്കിൽ അമ്മയുടെ അടുത്ത് പോകുന്നില്ല, പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഇല്ല. അപ്പോൾ ഒത്തിരി ഒന്ന് ബുദ്ധിമുട്ടിപ്പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ബവീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വസു ബവീച്ചിൻ്റെ കൂടെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പരിപാടിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ സ്റ്റേജിൻ്റെ പിറകിൽ പോയി. പിന്നെ സാൻവിൻ്റെ തിരക്കായിരുന്നു കേട്ടോ. കാരണം 2 പരിപാടികൾ അടുത്തടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ മേലെ തന്നെയാണ് സാൻവി അടുത്ത ഡ്രസ്സും ഇട്ട് നിൽക്കുന്നത്. 2ാമത്തെ ഡാൻസ് ഇതായിരുന്നു കേട്ടോ സാൻവിൻ്റെത്. പെട്ടെന്ന് പഠിച്ച ഡാൻസ് ആയതുകൊണ്ട് തന്നെ കുറേ തെറ്റുകുറ്റങ്ങൾ ഇവരിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രാക്ടീസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാൻവിക്കുട്ടീനെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇതിൽ ഏറ്റവും കുഞ്ഞി സാൻവിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു സാൻവിനോട് ഇത് കഴിഞ്ഞപ്പോൾ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ സാൻവി ശരിക്കൊരു ചെറിയൊരു കുഞ്ഞി കുപ്പി നിൽക്കുന്നത് പോലെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവളാൽ കഴിയുന്ന രീതിയിൽ അവൾ വൃത്തിയായിട്ട് കളിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും കളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് വേറെ ഒരു ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ. അത് അവൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും കൂടെ കളിക്കുന്നതാണ്. ഇതിൽ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. മേലത്തെ ഡ്രസ്സ് അയച്ചിട്ടപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ അടിയിലത്തെ ഡ്രസ്സ്. അപ്പോൾ ഇത് വിട്ടിട്ട് ഇനി ലാസ്റ്റ് സ്റ്റേജ് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡാൻസിന് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്. കാരണം ഇത് കുറച്ച് ദിവസത്തോളം പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഡാൻസിനും പോരാഞ്ഞിട്ട് അവൾ ഫാഷൻ ഷോക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ വരുന്ന കറുപ്പ് ഡ്രസ്സ് ഇട്ട ആളാണ് കേട്ടോ നമ്മളുടെ സാൻവി മോള്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്ക് സ്റ്റേജിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവളുടെ ആഗ്രഹമല്ലേ, അതൊക്കെ അങ്ങോട്ട് നിറവേറ്റട്ടെ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അവർ എല്ലാവരും കൂടെ ജനഗണമനയും ചൊല്ലിയിട്ട് പിരിഞ്ഞു കേട്ടോ. എന്തായാലും പരിപാടി കൊള്ളാം, കളറായിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ ശരി, വീണ്ടും കാണാം. ബൈ.